ഒമാന്റെ സമുദ്രത്തിൽ നിരീക്ഷണം നടത്തുന്ന അമേരിക്കയുടെ സൈനിക ബോട്ടുകൾക്ക് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചു. അത് ഏത് തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒമാന്റെ ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സൈനിക കപ്പലുകൾ, സൈനിക ബോട്ടുകളും മറ്റ് സർവീസ് ചെയ്യുന്ന അന്താരാഷ്ട്ര പാതയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിരീക്ഷണ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടത്താറുണ്ട്. എന്നാൽ ഇറാൻ ഇതിന് പറഞ്ഞിരിക്കുന്ന മറുപടി ഈ മേഖലയിൽ നിന്ന് വീണ്ടും തങ്ങളുടെ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സൈനിക മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. 2-ലധികം തവണ തങ്ങളത് പ്രതിരോധിച്ചിട്ടുണ്ട്. പ്രത്യാക്രമണം തീർച്ചയായിട്ടും ഇറാൻ ചെയ്യും, അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇതോടനുബന്ധിച്ച് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ, ഒമാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ ഇറാൻ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ദേശാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനികരെ വളരെ അടിയന്തരമായ രീതിയിൽ അവിടുന്ന് മാറ്റണം. അത് ദേശത്തോട് ചെയ്ത് ഭൂമിയോട് ചേർന്നിട്ട് കടലുണ്ടാകുന്ന സമയത്ത് അത് ഇത്ര നോട്ടിക്കൽ മൈൽ അതിർത്തി വരെ യഥാർത്ഥത്തിൽ ഓരോരോ രാജ്യത്തിനും ഉപയോഗിക്കാം എന്നൊരു അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അന്താരാഷ്ട്ര പാതയാവും. അന്താരാഷ്ട്ര പാത ആയിക്കാണ് പിന്നെ ഏത് കപ്പലുകൾക്ക് വരികയും പോവുകയും ചെയ്യുക. അതിൽ പിന്നെ വേറെ അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല. അത് യഥാർത്ഥത്തിൽ ഹോർമുസ് കടൽ ഈ പറയപ്പെട്ട അന്താരാഷ്ട്ര പാതയാണ്. പിന്നീട് യുദ്ധമായിരുന്നു വന്ന സമയത്താണ് ഇറാൻ്റെ കൈവശത്തിലേക്ക് അവർ പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള യുദ്ധം ആരംഭിക്കുകയും ചെയ്തത്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് തങ്ങളുടെ പീരങ്കിയായിട്ട് തങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ആണവായുധത്തെക്കാൾ മൂർച്ചയുണ്ട് ഹോർമുസ് എന്ന് പറയുന്ന കടലിന്. തങ്ങളുടെ രാജ്യത്ത് ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ ലോകം മുഴുവനും പട്ടിണി കിടക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ രാജ്യത്ത് ഒരാൾക്ക് പെട്രോളിയം കിട്ടുന്നില്ലെങ്കിൽ ലോകത്തൊരു രാജ്യത്തിനും പെട്രോളിയം കിട്ടാത്ത രീതി സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ഇടപഴകുന്നതും ഞങ്ങളുമായിട്ട് അക്രമവും യുദ്ധം ഉണ്ടാക്കുന്നതും ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയതിന് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒമാൻ ആക്രമിക്കും എന്ന് പറഞ്ഞു അമേരിക്ക. എന്നാൽ അന്താരാഷ്ട്ര പാതയിലാണ് അവരുടെ കപ്പലുകളും ബോട്ടുകളും ഉള്ളത് എന്നുള്ള ഒരു റിപ്പോർട്ട് അനൗദ്യോഗികമായ രീതിയിൽ ഒമാൻ്റെ ഭാഗത്ത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഒമാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്ക പ്രസ്താവന ഇറക്കിയ സമയത്ത് ആകെ പ്രതികരിച്ചത് ഇറാനാണ്. തങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്നുള്ളതാണ്. ഒമാൻ തങ്ങളുടെ സൗഹൃദ രാജ്യമാണ്. ആ സൗഹൃദ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് എന്നുള്ളത്. ഇവിടെ 2 പ്രശ്നമുണ്ട്. അതിലൊന്ന്, അമേരിക്കക്ക് സൈനിക ബേസ് ഇല്ലാത്ത രാജ്യമാണ് ഒമാൻ. എന്നാൽ അവിടെ ചൈനക്ക് സൈനിക ബേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ കടൽ ഇടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആക്രമണം നടത്തുക. മറ്റുള്ള രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല. അതാത് രാജ്യത്തിൽ നിന്ന് തന്നെ ആ രാജ്യത്ത് നേരെ ആക്രമണം നടത്താൻ പാകത്തിലാണ് അമേരിക്ക അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ സൈനിക ബേസുകളൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രഹസ്യമായിരിക്കുന്ന തരത്തിലുള്ള ചർച്ച ഇപ്പോൾ 2ാം ഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും അതിൽ ഒമാൻ ചേർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഒമാൻ ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ യുദ്ധം വീണ്ടും മാനവരാശിയെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അതിനപ്പുറമായ രീതിയിൽ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന യുദ്ധം എന്ന് പറയുന്നത് ഭ്രാന്ത് പിടിച്ച ആളുകൾ കല്ലെറിയുന്ന പോലെയാണ്. എങ്ങനെയാണോ മാവിന് കല്ലെറിയുന്ന ഒരു ഭ്രാന്ത് പിടിച്ച ആൾ, സമാനമായ രീതിയിലുള്ള പ്രവൃത്തിയാണ്. കാര്യം അവരുടെ ഈ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നഷ്ടപ്പെട്ടു പോകും എന്നൊരു പേടി നിലവിലിപ്പോൾ അമേരിക്കക്കുണ്ടായിരിക്കുന്നു. ചെയ്തു തുടങ്ങിയത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം തെറ്റായിരുന്നു. കൃത്യമായ രീതിയിൽ ഇറാനെക്കുറിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിലും 2 ദിവസം കൊണ്ട് തന്നെ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈ റിപ്പോർട്ടുകളും ഈ സംഭവങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും പുറത്തു വെക്കാത്ത അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ട്. വ്യത്യസ്ത തരത്തിൽ, വ്യത്യസ്ത പേരിൽ, വ്യത്യസ്ത മോഡലുകളുണ്ട്. പ്രദർശിപ്പിച്ചതും പ്രദർശിപ്പിക്കാത്തതുമായിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു കലവറ അവിടെയുണ്ട്. അതിനപ്പുറമായ രീതിയിൽ ഏകദേശം 6 ലക്ഷത്തോളം സൈനികരുണ്ട്. 3 ലക്ഷം സൈനികരും 3 ലക്ഷം റിസർവ് സൈനികരുമാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 1.5 ലക്ഷത്തോളം പുതിയ ആളുകൾ, അതായത് ഈ ഇറാനിയൻ പൗരന്മാർ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക മേഖലയ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകുന്നു. അതിന് ഒരുപാട് പ്രശ്നമുണ്ട്. യുദ്ധത്തിൽ പോകുന്നില്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികർ ഇത്രയും കാലം അടിച്ച ശമ്പളം സർക്കാരിന് തിരിച്ചു നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ പിടിച്ചു ചെയ്യലുണ്ട്. അങ്ങനെ ഈ ഗസയിലേക്കും
ലെബനാനിലേക്കും ഇറാനെതിരെയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാത്ത ഒരുപാട് സൈനികർ ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ജയിലിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് അവിടുത്തെ പൗരന്മാർ യുദ്ധത്തിന് താല്പര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞങ്ങൾ പോലീസിലെടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ സൈന്യത്തിലെടുക്കുക, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, ഞങ്ങൾ അതിർത്തി പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് പ്രത്യശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഭാഗത്ത് മരിക്കാൻ തയ്യാറുള്ള വിഭാഗവും മറുഭാഗത്ത് മരിക്കാൻ പേടിയുള്ള വിഭാഗം. ഇവ രണ്ട് കൂട്ടരും ഏറ്റുമുട്ടുന്ന സമയത്ത് ആയുധമല്ല അവിടെ വിഷയം. മാനസികപരമായിരിക്കുന്ന ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനിൽ നിന്ന് നേരിട്ട് പ്രതിനിധികൾ ഒമാൻ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരിക്കും. ഒരു തരത്തിലും ഒമാൻ്റെ സ്ഥലത്ത് നിന്ന്, ഒമാൻ്റെ ഏരിയകളിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു അറേബ്യൻ രാജ്യങ്ങളോട്, മുസ്ലിം രാജ്യങ്ങളോട് യാതൊരു തരത്തിലുള്ള വിരോധമില്ല. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ആശയപരമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് തങ്ങൾ എന്ത് സഹായം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ തങ്ങൾ ആക്രമിക്കാൻ പാടില്ല. ഏത് രാജ്യമാണോ ഏത് രാജ്യത്തു നിന്നാണോ അമേരിക്ക തങ്ങളെ ആക്രമിക്കുന്നത്, സമാനമായിരിക്കും തിരിച്ചടി ആ രാജ്യത്തിലുള്ള സൈനിക ബേസ് കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്നുള്ളതും. ഇതൊരു മേഖലാ യുദ്ധമാണ്, ഒറ്റപ്പെട്ട യുദ്ധമല്ല. ആ മേഖലാ യുദ്ധം ആകുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള ലോകരാജ്യത്തിന് ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ശ്രദ്ധിക്കണം എന്ന് കൂടി ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മസൂദ് പെഷഷ്കിയാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ്, ഏത് ഉദ്ദേശത്തിലാണ് നിങ്ങൾക്ക് ഇറാനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? നിങ്ങളപ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടില്ലേ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യം തന്നെ ഇവരുണ്ടല്ലോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു മണിക്കൂർ കണ്ണ് ചുമി തരികയാണെങ്കിൽ, അത് അതിൻ്റെ തുടർച്ചയായുള്ള രീതിയിലുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. നിങ്ങളൊരു മണിക്കൂർ കണ്ണ് ചുമി തരികയാണ്, അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ ആ രാജ്യം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ, ഒരിക്കൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യ സംവിധാനം ഇല്ലാത്ത രീതി ഞങ്ങൾക്ക് ആക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള ആയുധ സംവിധാനങ്ങൾ ഞങ്ങളിലുണ്ട്. അപ്പോൾ അവരുടെ ലോക മാപ്പ് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത്, ഇങ്ങനെ നോക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പേര് ഇങ്ങനെ എണ്ണി, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഇങ്ങനെ എണ്ണി വരുന്ന സമയത്ത് ജോർദാനെ കാണാം, ഈജിപ്തിനെ കാണാം. അവരിങ്ങനെ എണ്ണി പറയുകയാണ്. ഓരോരോ രാജ്യത്തെ ഇങ്ങനെ എണ്ണി പറഞ്ഞ സമയത്ത് ഇവിടെ മുൻപ് രാജ്യം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ. ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ്, ഇസ്രായേലല്ല. അതിനുവേണ്ടി എല്ലാ സഹായ കാര്യങ്ങളും ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വിജയിക്കാത്ത ഒരു യുദ്ധ മുനമ്പിലൂടെ കഷ്ടപ്പാടും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കലാണ് നിങ്ങൾ. അത്രേ അതിൽ എനിക്ക് പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. മിതവാദിയാണ് യഥാർത്ഥത്തിൽ മസൂദ് പെഷഷ്കിയാൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി കഠിനമായിരിക്കുന്ന ഹൃദയമുള്ള ആളാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയും. അബ്ബാസ് അറാഞ്ചിയും മുജ്തബ കമേനിയും ഏറെക്കുറെ ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതിൽ വിട്ടുവീഴ്ച മനോഭാവങ്ങളൊന്നുമില്ല. ശത്രുവിനെ കീഴ്പ്പെടുത്തുക, പരാജയപ്പെടുത്തുക, ശത്രുവിനെ അടിയറവ് പറയിപ്പിക്കുക, ഒരിക്കൽ പോലും ഇറാനിലേക്ക് ആക്രമണം നടത്താൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ അവർ അസ്തമിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അസ്തമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും ഒരു അതിജീവനമുണ്ട് എന്ന് ആരും കരുതേണ്ട കാര്യമല്ല. ഇത് വസന്തകാലമൊക്കെ ഒരു കഴിഞ്ഞു പോയിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചത് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ആലോചിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. വെപ്രാളപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൃത്യമായിരിക്കുന്ന ഒരു ഐഡിയോ, ഒരു ലക്ഷ്യമോ ഇല്ലാത്ത തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമിക്കുക, ഏതെങ്കിലും തരത്തിൽ കൊലപാതകം ഉണ്ടാക്കുക, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് പോകുന്നത് സാമ്രാജ്യം വീണുടയാൻ പോവുകയാണ്. ഇതിലൊരു മേധാവിത്വം ലോകാടിസ്ഥാനത്ത് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ലോകം മുഴുവനും അമേരിക്ക ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റപ്പെട്ട അമേരിക്കയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു രാജ്യം പോലും നേർക്കുനേരെ ഇറാനെതിരെ യുദ്ധത്തിന് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വിജയം. ഇറാൻ അത്ര വലിയ ലോകശക്തിയുള്ള രാജ്യമൊന്നുമല്ല. എന്നിട്ട് പോലും ഇറാന് നേരെ തോക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ട് ലോകത്തിലൊരു രാജ്യം തയ്യാറാകാത്തത് ഞങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന തിരിച്ചടിക്കുള്ള പവറും ശക്തിയും ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തതൊന്നുമല്ല. ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് വായിച്ചാലും നമ്മൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാകുന്ന കാര്യമാണ്.